നമ്മുടെ ഇന്നത്തെ അതിഥി ശുഭലക്ഷ്മി, എൻ്റെ സുഹൃത്ത് കൃഷ്ണമൂർത്തിയുടെ ഭാര്യയാണ് ശുഭലക്ഷ്മി. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്നത്. ശുഭലക്ഷ്മി ഇലക്ട്രോണിക്സ് എഞ്ചിനീയറാണ്. ISROയിൽ നിന്ന് ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് റിട്ടയർ ചെയ്തു. ISROയുടെ ഏകദേശം എല്ലാ പ്രോജക്ട്സും, ISROയുടെ 4 സ്റ്റേഷൻസിലും വർക്ക് ചെയ്തിട്ടുണ്ട്. Mangalyaan, Chandrayaan 1, Chandrayaan 2. She was involved in every activity of ISRO. പേര് കേട്ട ഒരു സയൻറ്റിസ്റ്റ് ആയിട്ടാണ് ISROയിൽ ധാരാളം അവാർഡ്, ടീം അവാർഡ്, ടീം അല്ലാതെയുള്ള ഇൻഡിവിജ്വൽ അവാർഡ് ഇതെല്ലാം കിട്ടി. പക്ഷേ ഞാൻ ശുഭലക്ഷ്മിയെ ക്ഷണിക്കാൻ കാര്യം ഇതൊന്നുമല്ല. 5ാം വയസ്സ് മുതൽ വള്ളിയമ്മാൾ എന്ന ടീച്ചറിന് കീഴിൽ സംഗീതം അഭ്യസിക്കുന്നുണ്ടായിരുന്നു ശുഭലക്ഷ്മി. ഈ സയൻസിൻ്റെയും ജോലിയുടെയും ഒക്കെ പ്രഷറിനിടയ്ക്കും ആ സംഗീതം കളയാതെ മുന്നോട്ട് പോയിട്ട് ചേർത്തല ഗോപാലൻ നായർ, മധുരൈ TN ശേഷഗോപാലൻ, ഇവരൊക്കെ ശുഭലക്ഷ്മിയുടെ ഗുരുക്കന്മാരായിരുന്നു. സംഗീതം അഭ്യസിച്ചുകൊണ്ടേയിരുന്നു. കച്ചേരികൾ നടത്തിക്കൊണ്ടിരുന്നു. അത് സംഗീത സഭകളിൽ നടത്തി, അമ്പലങ്ങളിൽ നടത്തി. അതല്ലാതെ ഏകപ്പെട്ട TV ഷോസ്, ജനം TV, അമൃത TV, DD മലയാളം, DD ചന്ദന, ആ TV, ഈ TV എല്ലാത്തിലും. അപ്പം അങ്ങനെ സംഗീത രംഗത്ത് ശോഭിച്ച ശുഭലക്ഷ്മിയെ പത്രികയിൽ കൊണ്ടുവരണമെന്ന് എനിക്കൊരു വാശി. എൻ്റെ ഫ്രണ്ടിൻ്റെ ഭാര്യയായതുകൊണ്ട് അത് സാധിക്കുകയും ചെയ്തു ആ വഴിക്ക്. അപ്പോൾ ശുഭലക്ഷ്മിയാണ് നമ്മുടെ ചീഫ് ഗസ്റ്റ്. അവർ ഗവൺമെൻറ് അപ്രൂവ്ഡ് മ്യൂസിക് തെറാപ്പിസ്റ്റും കൂടിയാണ്. ഈ സംഗീതത്തിന് അസുഖങ്ങൾ മാറ്റാനുള്ള കഴിവുണ്ട് എന്ന് എല്ലാവരും ഇപ്പോൾ സമ്മതിച്ചു കഴിഞ്ഞു. അതൊരു അന്ധവിശ്വാസമൊന്നുമല്ല. കേരളത്തിൽ പല ഹോസ്പിറ്റൽസിലും സംഗീതജ്ഞന്മാരെ വിളിക്കാറുണ്ട്. അവർ പലവിധ അസുഖങ്ങൾക്കും ചികിത്സിക്കാറുമുണ്ട്. അതൊരു തെറാപ്പിയാണ്. ഒരുപാട് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നത്, അല്ലാതെ ഒരൊറ്റ പാട്ട് കൊണ്ട് എല്ലാം മാറി ഞാൻ എണീറ്റ് വീട്ടിൽ പോവുകയാണ് എന്ന് പറയാൻ പറ്റില്ല. എനിവേ അതൊരു ശാസ്ത്രശാഖയായിട്ട് നിലനിൽക്കുന്നു. ബട്ട് സംഗീതം ഒരു അപാരമായ സാഗരമാണല്ലോ. ഞങ്ങൾ അതിലൊരു ചെറിയ, വളരെ ചെറിയ ഒരു തുരുത്ത് ഒന്ന് ഇൻസ്പെക്ട് ചെയ്യാം എന്ന് വിചാരിച്ചു. ഈ സിനിമാ പാട്ടുകളുണ്ടല്ലോ, തമിഴ് സിനിമാ പാട്ടുകൾ ബേസിക്കലി, ഇതിൻ്റെയൊക്കെ ആധാരം കർണാടക സംഗീതമാണ്. അപ്പോൾ ഏതെല്ലാം രാഗങ്ങളിലാണ് ഈ പ്രശസ്തന്മാരെല്ലാം പാട്ട് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പരിശോധിക്കുക. കുറച്ച് പാട്ടുകൾ മാത്രം എടുത്തിട്ട് അതാണ് ഞങ്ങൾ ഇന്ന് ഈ ഡിസ്കഷനിലൂടെ, ഇതൊരു ഡിസ്കഷനാണ്. അതുകൊണ്ട് ഒരാൾ പ്രധാനം, മറ്റേയാൾ അങ്ങനെയൊന്നുമില്ല. പിന്നെ രണ്ടാമത് എൻ്റെ കൂടെ ഇരിക്കുന്ന ആള് ലക്ഷ്മി, സ്ഥിരം പത്രക്കാർക്ക് പരിചയമുള്ള ആളാണ്. ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ പ്രോഗ്രാമിലേക്ക് കടക്കാം. ഇൻസിഡൻ്റലി ശുഭലക്ഷ്മി ഒരു എന്താ പറയുക, നമ്മളുടെ ഈ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് ഓൺലൈൻ സിംഗിങ്ങിൽ. അപ്പോൾ സ്വാഗതം റെക്കോർഡ് ഹോൾഡ്. നന്ദി, പരിചയപ്പെടുത്തുന്നതിന് നന്ദി. പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഈ പരിചയപ്പെടുത്താൻ പോയാൽ പ്രേക്ഷകരോടായിട്ട് ഞാൻ പറയുന്നത് 4 പേജുണ്ട് ശുഭലക്ഷ്മിയുടെ പ്രൊഫൈൽ. അതെല്ലാം കൂടെ വായിച്ചാൽ ശുഭലക്ഷ്മിക്ക് തന്നെ ഒരു എംബറാസ്മെന്റ് ആവും. അതുകൊണ്ടാണ് ഞാൻ വായിക്കുന്ന ലിസ്റ്റ് ഓഫ് അവാർഡ്സ്, ഓൾ ദോസ് തിങ്സ്. ഇരിക്കട്ടെ, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഈ രാഗ ബേസ്ഡ് ഫിലിം സോങ്സ്, എസ്പെഷ്യലി തമിഴ് സോങ്സ്, ഒക്കേഷണലി മലയാളം സോങ്. ലക്ഷ്മി വിൽ ഓൾസോ അഭിനയിക്കും. ലക്ഷ്മി ഒരു ചെറിയ പാട്ടുകാരിയൊക്കെയാണ് കേട്ടോ. യു വിൽ അണ്ടർസ്റ്റാൻഡ്. നമുക്ക് ഏതെങ്കിലും ഒരു രാഗം വെച്ച് തുടങ്ങാം. ആഭോഗി രാഗം, അതിലുള്ള തമിഴ് സിനിമാ ഗാനം നമുക്ക് നോക്കാം. ഞാനൊരു ആൽഫബറ്റിക്കൽ ഓർഡറിൽ ആഭോഗി എന്ന് പെട്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. ആഭോഗി തന്നെ തുടങ്ങണമെന്നൊന്നുമില്ല. കുഴപ്പമില്ല. ആഭോഗി രാഗം
സരി ഗരി ഗമഗ മദ സദ മ സരമദ മഗ മഗരി ഗരി ഗരി സദ രി സദ മ ദ സാ. ഇന്നിവിടെ എന്തെങ്കിലും നടക്കും കേട്ടോ. അല്ല പറഞ്ഞു പഠിക്കൂ. സഭാപതിക്ക് വേറെ ദൈവം സമാനമാകുമാ സഭാപതിക്ക് വേറെ ദൈവം. ഇത് പ്രശസ്തമായ ഒരു തമിഴ് കീർത്തനമാണ്. കച്ചേരികളിലൊക്കെ ധാരാളം കേൾക്കാറുണ്ട്. അപ്പൊ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് തമിഴ് സിനിമ ഗാനമാണ്. ഇൻறைக்கு ஏன் இந்த ஆனந்தமே இன்பத்திலானது என் மனமே கனவுகளின் ஸ்வயംവരമോ கண் திறந்தால் சுகம் வருமோ இன்றைக்கு ஏன் இந்த ஆனந்தமே ഇൻപത്തിലാടത് എൻ മനമേ. ഇതൊരു പഴയ പ്രശസ്തമായ സിനിമ ഗാനമാണ്. ആഭോഗ്യരാഗത്തിലാണ് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ ഇതുപോലെ തന്നെ ചേച്ചി മലയാളത്തിലും ഒരു പാട്ടുണ്ടല്ലോ, മാമാങ്കം പലകുറി കൊണ്ടാടി നിലയുടെ തീരത്ത്. ശരിയാണ്, ലക്ഷ്മി പറഞ്ഞത് ശരിയാണ്. ഇതൊരു ലളിതഗാനമാണ്, പക്ഷെ വളരെ മനോഹരമായ ആഭോഗ്യരാഗത്തിലുള്ള ഒരു ഗാനമാണ്. നമുക്കെല്ലാം ഇഷ്ടമുള്ള ഒരു ഗാനമാണ്. അപ്പൊ ചേച്ചി ഇനി അടുത്തത് ഏത് രാഗം എടുക്കണേ? അടുത്ത രാഗം എന്ന് പറയുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് എസ് ജാനകിയുടെ ഒരു ക്ലാസിക് ആണ്. ഇത് വളരെ പഴയ ഒരു തമിഴ് സിനിമ പാട്ടാണ്. ഈ അടുത്ത കാലത്ത് റിയാലിറ്റി ഷോയിലൊക്കെ നമ്മുടെ കലാകാരന്മാരും കലാകാരികളും ഈ പാട്ട് വളരെ മനോഹരമായി അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഭയങ്കര ചലഞ്ചിങ് സോങ് ആണ്. ശിങ്കാരവേലനെ വാ എന്ന് പറഞ്ഞുള്ള പാട്ടാണ്. ശിങ്കാരവേലനെ ദേവാ അരുൾ ശിങ്കാരവേലനെ ദേവാ അരുൾ ശീരാടും മാർബോട് ശിങ്കാരവേലനെ ദേവാ സിന്ദൂരിൽ നിன்றாടും ദേവാ തിരുച്ചെന്തൂരിൽ നിன்றாടും ദേവാ മുല്ലൈ ചിരിപ്പോടും മുഖത്തോട് നീവാവാ ശിങ്കാരവേലനെ ദേവാ സഗമ പനിസ സനിദ പമഗരിരേ സാ. ഇത് കേൾക്കുമ്പോ തന്നെ നമുക്ക് നഗമോ ചിത്രം സിനിമയില് ഓർമ്മ വരും. നഗമോ മുഗനലേനി നാജാലി ദലിസേ നഗമോ ഗനലേനി നാജാലി. നമ്മളിത് കച്ചേരികളിൽ ധാരാളം കേൾക്കുന്ന ഒരു ത്യാഗരാജ കീർത്തനമാണ്. ഇത് നാദസ്വരത്തിലും കേൾക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ചേച്ചി ഇനി അടുത്ത രാഗത്തിലേക്ക് കടന്നാലോ? രാഗം കേദാരം. കേദാരം ശങ്കരാഭരണത്തിൽ ജന്യമാണ്. ഇതിലൊരു മനോഹരമായ ഗാനമുണ്ട്. ഇളയരാജ സാർ ചെയ്ത ഒരു ഗാനമുണ്ട്. പൊന്മാലൈ പൊഴുത് ഇത് ഒരു പൊന്മാലൈ പൊഴുത് വാനമകൾ നാണുகிறாள்
வேறு உடை ஓடுகிறாள் இது ஒரு பொன்மாலை പൊഴുത്. ഇതേപോലെ വേറൊരു ഗാനമുണ്ട്, ഓർമ്മ വരുന്നുണ്ടോ? സുന്ദരി നീയും സുന്ദരൻ ഞാനും. അതെ, കമലഹാസൻ പാടിയത്. അതെ അതെ, പാടാവോ? പാടാൻ ചേച്ചിയൊന്ന് വേണ്ടി വരുമോ? മൈക്കൽ മദനർ കാമരാജൻ എന്ന സിനിമയിൽ കമലഹാസനും ജാനകിയും പാടിയ ഒരു പാട്ട്. കമലഹാസന്റെ അല്ലേ? അതെ. സുന്ദരി നീയും സുന്ദരൻ ഞാനും ലാലലാലാ. ലിറിക്സ് അറിയില്ല. ചേർന്നിരുന്നാൽ തിരുവോണം. മനസ്സിലായി മനസ്സിലായി. ഇതിലും ധാരാളം കീർത്തനങ്ങളുണ്ട്. ആനന്ദ നടന പ്രകാശം, ഇത് പഞ്ചഭൂത സ്ഥലകൃതി, മുത്തുസ്വാമി ദീക്ഷകരുടെ, അതും നമ്മൾ ധാരാളം കേൾക്കാറുണ്ട്. പിന്നെ ത്യാഗരാജ സ്വാമിയുടെ രാമാനി പൈ തനക്കു, അതും കേദാരം രാഗത്തിലുള്ളതാണ്. അപ്പൊ ഇനി അടുത്ത പാട്ട് ഏതാ? അടുത്തതായിട്ട് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് കല്യാണി രാഗമാണ്. കല്യാണി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു രാഗമാണ്. ഇത് വളരെ മനോഹരമാണ്, പാടാനും കേൾക്കാനും. അതെ, ഇത് മേജ കല്യാണി എന്നാണ് പറയുന്നത്. 64ാമത്തെ മേളകർത്ത രാഗമാണ്, സമ്പൂർണ്ണ രാഗമാണ്. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത്, ഈ സിനിമയിൽ നല്ലൊരു സന്ദർഭം വരുമ്പോ, നല്ലൊരു സന്തോഷ മുഹൂർത്തം വരുമ്പോ, ആരുടെയെങ്കിലും പ്രോബ്ലം സോൾവ് ആയി അല്ലെങ്കിൽ ഒരു നല്ല ന്യൂസ് കിട്ടിയെന്ന് കാണിക്കുമ്പോ വീണയില് ബാക്ക്ഗ്രൗണ്ട് കല്യാണി രാഗത്തിൽ അവർ കൊടുക്കും. ഞാനിപ്പോ സെലക്ട് ചെയ്തിരിക്കുന്ന പാട്ട് യേശുദാസ് വളരെ ഭാവപൂർണമായിട്ട് പാടിയിരിക്കുന്ന ഒരു ഗാനമാണ്. അമ്മ என்றழைக்காத உயிரில்லையே, அம்மாவை வணங்காது உயர்வில்லையே, நேரில் நின்று பேசும் தெய்வம் பெற்ற தாயன்றி வேறொன்று ஏது, அம்மாவை அம்மா என்றழைக்காத உயிரில்லையே, அம்மாவை வணங்காது உயர்வில்லையே. ஹிமாத்ரி சுதே பாஹி மாம் வரதே പരദേവതേ ഹേമാദ്രി സുതേ പാഹി മാം. ശ്യാമശാസ്ത്രിയുടെ ഒരു കീർത്തനമാണ്, ധാരാളം കച്ചേരികളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുമാതിരി ചേച്ചി ഇതിന്റെ ഒരു പ്രത്യേകത, ഇങ്ങനെ കല്യാണങ്ങൾക്കൊക്കെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടും ഒക്കെ യൂസ് ചെയ്യുന്നതല്ലേ, വളരെ പോപ്പുലർ അല്ലേ സൗത്ത് ഇന്ത്യൻ കല്യാണങ്ങളിൽ? കല്യാണത്തില് നാദസ്വരത്തില് ഈ രാഗം വായിക്കുമ്പോ വല്ലാതെ കൊഴുക്കാറുണ്ട്, എല്ലാവരും താളം പിടിക്കാറുണ്ട്. മലയാളത്തിലെ ആ പാട്ട് കല്യാണി രാഗത്തിലല്ലേ? ആ നിമിഷത്തിന്റെ ഞാനൊരാവണി മാറി. അതേപോലെ വേറൊരു പാട്ട്, സ്വർണ്ണ ചാമരം വീശിയെത്തുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ. കല്യാണിയിൽ ഒരുപാട് പാട്ടുണ്ട്. തമിഴിൽ തന്നെ എനിക്ക് ഓർമ്മയുള്ള പാട്ടുകളുണ്ട്. പക്ഷെ 60ലെയും 70ലെയും പാട്ടാണ്. അതൊക്കെ കേൾപ്പിച്ചാൽ ആർക്കും തിരിച്ചറിയാൻ പോലും പറ്റില്ല. കല്യാണി രാഗമാണെന്ന് മനസ്സിലാവും, പക്ഷെ ഇയാളത് എവിടെ കൊണ്ടുവന്നു, വേറെ പണിയില്ലെന്ന് അവസ്ഥ. അതുകൊണ്ട് നമുക്ക് അടുത്ത രാഗത്തിലേക്ക് പോവാം. അടുത്ത രാഗം നമ്മൾ നോക്കാൻ പോകുന്നത് ദർബാരി കാനഡ. ഈ ദർബാരി കാനഡ കർണാട്ടിക്കിൽ ഒറിജിനേറ്റ് ചെയ്ത രാഗമാണ്. പക്ഷെ താൻസൻ അതിൽ ആകൃഷ്ടനായി
ആ രാഗം അക്ബർ മഹാരാജാവിനെ കേൾപ്പിക്കാൻ വേണ്ടി ഹിന്ദുസ്ഥാനിയിലേക്ക് കൊണ്ടുപോയി എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഞാൻ മ്യൂസിക് തെറാപ്പിസ്റ്റ് ആയതുകൊണ്ട് ഈ രാഗത്തിന്റെ തെറാപ്യൂട്ടിക് ആസ്പെക്ട്സിനെ കുറിച്ചും പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ രാഗം വാദം, പിത്തം എന്നിവയെ സ്വാധീനിച്ച് അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രാഗമാണ്. ഈ രാഗം രാത്രിയിലാണ് പാടേണ്ടത് അതിന്റെ എഫക്റ്റ് കിട്ടാനായിട്ട്. എപ്പോഴും വേണമെങ്കിലും പാടാം, പക്ഷെ രാത്രിയിൽ പാടിയാൽ ഉറക്കം വരും, പിന്നെ സ്ട്രെസ്സിൽ നിന്ന് റിലീവ് ആകും എന്നാണ് ഇത് സ്റ്റഡി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് വളരെ പോപ്പുലർ ആയ മലരെ മൗനമോ എന്നുള്ള ഗാനമാണ്. മ്യൂസിക് തെറാപ്പിയെ പറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, മ്യൂസിക് തെറാപ്പിയിൽ സിനിമാ പാട്ടാണോ ഉപയോഗിക്കുന്നത്? രാഗ ബേസ്ഡ് ആണ്. അപ്പോ രാഗങ്ങളല്ലേ ഉപയോഗിക്കുന്നത്? എല്ലാവർക്കും കർണാടക സംഗീതം ആസ്വദിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോ അത് ക്യൂർ ചെയ്യാൻ വേണ്ടി ആ രാഗത്തിന് കേൾപ്പിക്കണം. രോഗി 20 മിനിറ്റ് എങ്കിലും ആ രാഗം കേൾക്കണം. അത് വാദ്യത്തിലായാലും ശരി, വോക്കലായാലും ശരി, ഹിന്ദുസ്ഥാനി ആയാലും ശരി. അപ്പൊ ദർബാരി കന്നഡ എന്നുള്ള രാഗം അയാള് മനസ്സിൽ ഇങ്ങനെ കേൾപ്പിക്കണം. ചുമ്മാ ഇരുന്ന് പേപ്പർ വായിച്ചോണ്ട് കേൾത്താൽ അതിന്റെ എഫക്ട് കിട്ടുമെന്ന് തോന്നില്ല. 20 മിനിറ്റ് ഞാൻ പറഞ്ഞു അതല്ല, ഇപ്പൊ ദർബാരി കന്നഡ ഒരു പാട്ട് കേൾപ്പിക്കുന്നു, അത് ഒരു സിനിമാ പാട്ടാണ്. അതിന്റെ ലിറിക്സ് ഡിസ്റ്റർബിങ് ആണോ ഒരാൾക്ക്? ഇപ്പൊ ഹിന്ദോള രാഗം ബ്ലഡ് പ്രഷറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഹിന്ദോള രാഗം ഫ്ലൂട്ടിലായാലും അല്ലെങ്കിൽ വയലിനിലായാലും പാട്ടിലായാലും കേൾക്കാം. ഇത് പ്രശ്നം എന്താന്ന് വെച്ചാല്, ഇപ്പോ നിങ്ങൾ ചികിത്സിക്കുന്ന ഒരു രോഗി, അയാളുടെ അമ്മയ്ക്ക് ഒരു അപകടം പറ്റി പണ്ട് ഹോസ്പിറ്റലിലാക്കി. ആ സമയത്ത് ഹോസ്പിറ്റലിന് തൊട്ട് അടുത്തുള്ള ഒരു സ്ഥലത്ത് നിന്ന് അയാൾ ഈ പാട്ട് കേട്ടുകൊണ്ടേയിരുന്നു. ദർബാരി കന്നഡയിലാണ് ഇത് കേട്ടുകൊണ്ടിരുന്നത്. കുറെ കാലം കഴിഞ്ഞ് അയാൾക്ക് സുഖമില്ലാതെ ഈ ദർബാരി കന്നഡ അയാളെ കേൾപ്പിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഈ അമ്മയുടെ ആക്സിഡന്റ് ഓർമ്മ വരും. ബിക്കോസ് ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ദ സോങ്. അതേസമയം ആ പാട്ടല്ലാതെ രാഗം മാത്രമാണെങ്കിൽ അയാൾ ചിലപ്പോൾ ഇത് ഡിസ്റ്റിങ്വിഷ് ചെയ്യാതെ അത് ഇഷ്ടപ്പെട്ടു എന്ന് വരും. അതാണ് ഞാൻ പറഞ്ഞത്, ലിറിക്സ് കുഡ് ബി, ദർ ഈസ് എവറി ചാൻസ്. ലിറിക്സിനൊക്കെ ഒരു ട്രോമ ബോണ്ടിങ് ഉണ്ട്. ഈ ഇപ്പോൾ ആൾക്കാർ പറയാറില്ലേ, പഴയത് എത്ര നല്ല പാട്ടായിരുന്നു, ഇപ്പൊ എന്ത് ഈ പഴയ പാട്ട് നല്ല പാട്ടെന്ന് പറയാൻ കാര്യം, ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് യുവർ എക്സ്പീരിയൻസസ്, ഗുഡ് ആൻഡ് ബാഡ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സം സോർട്ട് ഓഫ് നൊസ്റ്റാൾജിയ അതൊക്കെ വന്നിട്ട് കൊള്ളാമെന്ന് പറഞ്ഞ് നിങ്ങൾ കംഫർട്ടബിൾ ആകും. അല്ലാതെ ഇപ്പോഴത്തെ പാട്ട് മോശമായിട്ടോ പഴയത് നല്ലതായിട്ടോ ഒന്നുമല്ല. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ യുവർ പേഴ്സണൽ എക്സ്പീരിയൻസ്. എല്ലാ മനുഷ്യർക്കും there is a baggage of experience. ശരിയായിരിക്കാം, പക്ഷെ ധാരാളം ഓട്ടിസം കുട്ടികളെ പാട്ടുകൾ കേൾപ്പിച്ച് ചികിത്സിക്കുന്നുണ്ട്, അവർക്ക് ഇമ്പ്രൂവ്മെന്റ് വരുന്നുണ്ട്. അപ്പോ അവർക്ക് ഈ ലിറിക്സ് ഒന്നും മനസ്സിലാവുന്നില്ല നാച്ചുറലി. അതാണ് ഞാൻ പറഞ്ഞത്, ഈ രാഗങ്ങൾ ലിറിക്സ് ഇല്ലാതെയാണ് മനുഷ്യനെ സ്വാധീനിക്കുന്നത്. ലിറിക്സ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മിക്കവാറും ഒരു സം സോർട്ട് ഓഫ് ഈ ട്രോമ ബോണ്ടിങ് എന്നൊക്കെ പറയൂല, അങ്ങനത്തെ ചില ബോണ്ട് ഈ ലിറിക്സുമായിട്ടുണ്ട്. ഈവൻ കർണാടക സംഗീതത്തിലെ ലിറിക്സുമായിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, ആദ്യമായിട്ട് ഞാൻ കല്യാണി രാഗമാണ് എന്ന് തിരിച്ചറിഞ്ഞ് കർണാടക സംഗീതത്തിലെ ത്യാഗരാജന്റെ ഏതാവുനറയാണ്. ഇപ്പോഴും എനിക്കറിയാം ആദ്യമായിട്ട് എവിടെ വെച്ചാണ് ഞാൻ ഏതാവുനറ കേട്ടത്. പൊരി വെയിലത്താണ് ഞാൻ ഏതാവുനറ കേൾക്കുന്നത്. പാടിയത് യേശുദാസായിരുന്നു. ഞാൻ എവിടെയെങ്കിലും ഒരു തണല് കിട്ടുമെന്ന് നോക്കി രക്ഷയില്ല, വെയിലത്ത് നിന്ന് ഞാനത് കേട്ടു. ഒരു വീട്ടിനുള്ളിൽ നിന്നാണ് പാട്ട് വരുന്നത്, ദൂരെ തണലത്ത് പോയി നിന്നാൽ കേൾക്കാൻ പറ്റില്ല, വെയിലത്ത് നിന്ന് കേട്ടു. അങ്ങനെ സോ എപ്പോഴെങ്കിലും ഏതാവുനറ ഞാൻ കേൾക്കുമ്പോൾ എന്നെ അത് ഡിസ്റ്റർബ് ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ പൊരി വെയിലാണ് എനിക്ക് ഓർമ്മ. ഡിസ്റ്റർബ് ആകാറില്ല ഞാൻ, കാരണം എനിക്കറിയാൻ സുള്ളിയ മെമ്മറി ചെയ്യുന്നത്. പക്ഷെ നേരെ റിവേഴ്സലും അതിന്റെ യൂസ് ഉണ്ട്. ഈ ലിറിക്സ് കേട്ടാൽ എന്തൊക്കെയോ ഓർമ്മ കുറവ് വന്ന ആൾക്കാർക്ക് ഓർമ്മകൾ തിരിച്ചു വരുന്ന ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റും ഉണ്ടാവാം ലിറിക്സ് കൊണ്ട് ഉണ്ട്. പക്ഷേ ലുക്ക് അറ്റ് പി ഭാസ്കരൻ. പി ഭാസ്കരൻ അവസാന കാലത്ത് ഓർമ്മ നഷ്ടപ്പെട്ടു. അപ്പോ വലിയ കഷ്ടമാണല്ലോ ഓർമ്മ. അപ്പോൾ എസ് ജാനകി വന്നു. പി ഭാസ്കരൻ എഴുതി എസ് ജാനകി പാടിയ പാട്ട് തന്നെ എസ് ജാനകി പാടി. പി ഭാസ്കരൻ മെല്ലെ താളം പിടിക്കാനൊക്കെ തുടങ്ങി.
അപ്പൊ ആൾക്കാർക്ക് മനസ്സിലായി ഇപ്പൊ ഓർമ്മ തിരിച്ചു വരുന്നു, തിരിച്ചറിയുന്നു, തലയൊക്കെ ആട്ടുന്നു, ഒക്കെ ചെയ്യും. കഴിഞ്ഞു മാഷ് ഞാൻ ഇറങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു അവിടെ നിൽക്ക്, നല്ല പാട്ടുകളാണ്, ഇതാരാ എഴുതിയേ ചോദിച്ചു. സോ ഇറ്റ്സ് ഓൾ എ കോംപ്ലെക്സ് തിങ്. എനിവേ നമുക്ക് മ്യൂസിക് തെറാപ്പിയുടെ ഡീറ്റെയിലേക്ക് പോകണ്ട. വി വിൽ കം ബാക്ക് ടു അവർ നമ്മുടെ രാഗം ഏതായിരുന്നു? ദർബാരിക്കാണ്. മലരി മൗനമാ മൗനമേ വേദമാ മലകൾ പേശുമാ പേശിനാലോയുമാൻപേ മലരി മൗനമാ മൗനമേ വേദമാ. ഇതുപോലെ വളരെ മനോഹരമായിട്ട് യേശുദാസ് പാടിയ ഒരു തമിഴ് ഗാനമുണ്ട്. കല്യാണത്തെ നീല കാഴ്ചാത പാലില നീതാനേ വാനില എന്നോട് വാനില தேயாத வெண்ணிலா உன் காதல் கண்ணிலா ஆகாயம் மண்ணிலா கல்யாணத்தே நிலா காய்ச்சாத பாலிலா തദര തദരി ഇത് വളരെ സ്ലോ ആയിട്ട് മെലോഡിയസ് ആയിട്ട് പിന്നെ പാടിയാൽ നമ്മളെ ഇമോഷണൽ ആയിട്ടും നമ്മൾ അങ്ങനെ ടച്ച്ഡ് ആവുന്നു, ഹൃദയത്തിൽ എങ്ങനെ തട്ടും. ചന്ദ്രചൂഡ് ശിവശങ്കര പാർവതി രമണ നിനഗേ നമോ നമോ. പുരന്ദരദാസരുടെ ഒരു കീർത്തനമാണ്. ഇതേ രാഗത്തിലല്ലേ ചേച്ചി മലയാളത്തിലെ ആ പാട്ട് പൊന്നിൽ കുളിച്ചു നിന്ന്? അതെ, കറക്റ്റ്. സല്ലാപം എന്നുള്ള സിനിമയില് നമ്മുടെ ദിലീപ് യേശുദാസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് വെള്ളയൊക്കെ ഇട്ട് ഫ്ലാസ്കിൽ ചുക്കുവെള്ളമൊക്കെ ആയിട്ട് നടക്കുന്ന പാട്ട് നല്ലതാണ് കേട്ടോ. പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം, ആ പാട്ടല്ലേ? അതെ, അത് ഈ രാഗമാണ് ദർബാരിക്കാൻ. അതെ, അതേമാതിരി 1000 പാദസ്വരങ്ങൾ. അതെ, നദിയില് അതും ദർബാരിക്കാനുണ്ടായിരുന്നു. ദർബാരിക്കാനുടെയാണെന്ന് പറയാം. അടുത്ത രാഗം ഞാൻ തന്നെ സെലക്ട് ചെയ്ത് പാടാം. ഹംസാനന്ദി രാഗം. ഈ ഹംസാനന്ദി രാഗം മോഹൻദാസ് ഹംസാനന്ദം എന്ന് പറയുക. ഹംസനാദം വേറെ, ഹംസാനന്ദി ഹംസാനന്ദം എന്ന് പറഞ്ഞു പറയാം. അങ്ങനെയില്ല. ഹംസാനന്ദി ഹംസാനന്ദി തെറ്റായിട്ട് ആൾക്കാർ ഹംസാനന്ദം ഹംസാനന്ദം ആനന്ദി എന്ന് പറയുന്ന ഒരു കുറച്ചില്ല, ആനന്ദം അങ്ങനെ ആക്കിയതായി എന്ത് വൈകോട്ടെ ഹംസാനന്ദി. അപ്പൊ ഈ രാഗം മോഹൻദാസ് പറഞ്ഞു കഴിഞ്ഞാൽ 5 വയസ്സിലാണ് സംഗീതം പഠിക്കാൻ തുടങ്ങിയത്. ഒരു 7 വയസ്സായിരിക്കുമ്പോ എന്റെ ഗുരു എനിക്ക് ഹംസാനന്ദി രാഗത്തിൽ ഒരു പാട്ട് പഠിപ്പിച്ചു തന്നു. അപ്പൊ ആദ്യമായിട്ട് ഞാൻ അപ്പോഴാണ് ഹംസാനന്ദി കേൾക്കുന്നത്. അപ്പൊ ഞാനൊന്ന് അതിശയിച്ചു, ഇത്രയും ഭംഗിയുള്ള ഒരു രാഗമുണ്ടോ? അതൊരു
ഒരു സാഡ്നെസ്സും കൂടെ ഉണ്ട് ആ രാഗത്തിൽ. ആ രാഗം എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ട ഒരു രാഗമായിരുന്നു. ഓ, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ചാൻസ് തരാതെ ചാടിക്കേറി രാത്രിയിൽ പൂത്തിരിക്കും താമരതാൻ പെണ്ണോ രാജസുഖം തേടി വര തോതുവിടും കണ്ണോ ചേലെ ചോലയെ പരവസുഖം തേടും മാലയെ പകലുമുറങ്ങിടും രാത്രിയിൽ പൂത്തിരിക്കും താമരതാൻ പെണ്ണോ. ഇത് എല്ലാവരുടെയും ചുണ്ടിലും ഒരു കാലത്തില് ഈ പാട്ട് ഓടിക്കൊണ്ടിരുന്നു. കർണാടക സംഗീതത്തിലാണെങ്കിലും ശങ്കര ശ്രീഗിരിനാഥ പ്രഭു കേ നൃത്തവിരാജിത ചിത്രസഭാമേ. ഇത് സ്വാതി തിരുനാൾ മഹാരാജാവിന്റെ ഒരു ഹിന്ദി ഭജനാണ്. ഇതും ധാരാളം കച്ചേരികളിൽ കേൾക്കാറുണ്ട്. അപ്പൊ ചേച്ചി ഇനി അടുത്ത പാട്ട് എന്റെ ഫേവറേറ്റ് ആക്കിയാലോ? പറഞ്ഞോളൂ. ആയിക്കോട്ടെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ സിന്ധു ഭൈരവി എന്ന് പറഞ്ഞ സിനിമയില് സിന്ധു ഭൈരവി തന്നെ രാഗത്തില് ഞാനൊരു സിന്ധു കാവടി സിന്ധു ആ പാട്ടില്ലേ, അതാണ്. അപ്പൊ ഞാനൊരു 2 ലൈന് പാടാം, കാരണം അത്ര ഇഷ്ടമുള്ളതാണ്. ഞാനൊരു സിന്ധു കാവടി സിന്ധു രാഹം പുരിയവില്ലേ ഉള്ള സോകം തിരിയവില്ലേ. ബാക്കി 2 ലൈന് സ്വന്തം എതുവുമില്ലേ, സ്വന്തം എതുവുമില്ലേ. അത് ആ ചാരുഹാസന്റെ മകൾ ആ സിനിമ സുഹാസിനി അല്ലേ ഈ പാട്ട്? ഒരു ഹോളിൽ ഇങ്ങനെ പുറകിൽ നിന്ന് പാടുക, പിന്നെ പതുക്കെ മുന്നോട്ട് വരിക. ആ സീൻ എനിക്ക് ഓർമ്മയുണ്ട്. ഈ പാട്ടും നല്ല പാട്ടാണ്. അയ്യോ സർ, അതല്ല ആ പാട്ടല്ല, അത് പാടറിയൻ പഠിപ്പറിയൻ എന്ന് പറഞ്ഞ പാട്ടാണ്. ഈ പാട്ട് ഒരു കുടുംബത്തിലുള്ള ഒരു സെറ്റിംഗ് ആണ്. അപ്പൊ ചേച്ചി ഒന്ന് പാടിക്കോട്ടെ. ഞാൻ മിണ്ടുന്നില്ല. ഞാനൊരു സിന്ധു കാവടി ചിന്ത്, ഞാനൊരു സിന്ധു കാവടി ചിന്ത് രാഹം പുരിയവില്ല ഉള്ള സോകം தெரியவில்ல தந்தை இருந்தும் தாயும் இருந்தும் சொந்தம் எதுவும் இல்ல അത சொல்ல தெரியவில்ல. സിന്ധു ഭൈരവിൽ തന്നെ വേറൊരു പ്രസിദ്ധമായ ഒരു സിനിമാ ഗാനമുണ്ട്, തമിഴ് സിനിമാ ഗാനം. ഇളയരാജ സാർ ചെയ്തതാണ്. അന്നക്കിളി ഉന്നെ തേടുതേ, അന്നക്കിളി ഉന്നെ തേടുതേ, 6 മാസം ഒരു വർഷം അവരം ഭൂമിനി വാടുതേ, അന്നക്കിളി ഉന്നെ തേടുതേ. ഇതൊരു ഫോക്ക് ടച്ച് ഉണ്ട്. ആക്ച്വലി സിന്ധു ഭൈരവി എന്ന് പറഞ്ഞത് 8ാമത്തെ മേളകർത്താവായ ഹനുമത് തോടിയിലാണ് ജന്യം. എനിക്ക് ഈ സിന്ധു ഭൈരവി കേൾക്കുമ്പോൾ ഒരു കരുണരസം അല്ലെങ്കിൽ ഒരു ഭക്തിരസമാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. കരുണൈ ദൈവമേ കർപ്പകമേ കാണവേണ്ടുമുന്ത പദമേ, കരുണൈ ദൈവമേ
ലക്ഷ്മിയുടെ പ്രിഫറൻസ് പോരട്ടെ, ഈ നിങ്ങൾ ആവശ്യപ്പെട്ട ഗാനങ്ങളുമായിട്ട് ഇരിക്കുക. അതെയോ? പിന്നെ നോക്കാം. ഏതാണ് അടുത്തത്? എന്റെ ഫേവറേറ്റ് കാപ്പി രാഗം, കുടിക്കാനും അതന്നെ ഇഷ്ടം. പിന്നെ അതേമാതിരി രാഗത്തിലും എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പാട്ടാണ് ഈ കാതൽ റോജാവേ. റോജ ആക്ച്വലി ഓൾ ദ സോങ്സ് അത്രയും ബ്യൂട്ടിഫുൾ. അതെ അതെ. കാതൽ റോജാവേ എങ്കേ നീ എങ്കേ, കണ്ണീർ വഴിയുതടി കണ്ണിൽ, കണ്ണുക്കുൾ നീതാൻ കണ്ണീരിൽ നീതാൻ, കൺമൂടി പാർത്താൽ നെഞ്ചുക്കുൾ നീതാൻ. അപ്പൊ നീ അടുത്ത പാട്ടേതാ? என்ன தவம் செய்தனை, என்ன தவம் செய்தனை யசோதா, என்ன தவம் செய்தனை யசோதா, எங்கும் நிறை பரபிரம்மம் அம்மா என்றழைக்க, என்ன தவம் செய்தனை யசோதா യശോദ. ഈ പാട്ട് സിനിമയിലും പാടിയിട്ടുണ്ട്, നമ്മൾ കച്ചേരികളിലും കേൾക്കാറുണ്ട്. ഞാനിതൊന്നും മുഴുവൻ പാടിക്കളയും കേട്ടോ. ശരി, വേണ്ട വേണ്ട വേണ്ട. ഒരു ഒരു മലയാളം ഇതിന്റെ പാനൽ ലക്ഷ്മിക്ക് അറിയാം. ഞാൻ പണ്ടേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. തുമ്പീവ. ആ പുറത്തേക്ക് വരട്ടെ. തുമ്പീവ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായി ഊഞ്ഞാലിടാം. യെസ്, അതും ഈ രാഗം തന്നെ. സരിമ പനി സാ സനി ധനി പമഗരേ സ. ഇതാണ് ഇതിന്റെ സ്കെയിൽ, കാവ്യരാഗത്തിന്റെ സ്കെയിൽ. അപ്പൊ അതിൽ നമുക്ക് എന്ത് ഭാവം വേണമെങ്കിലും കൊണ്ടുവരാം. അതുകൊണ്ടാണ് ലക്ഷ്മിക്ക് ഇത്ര അട്രാക്ഷൻ, ഏത് ഭാവവും വരുത്താം എന്ന് പറഞ്ഞിട്ട്. അപ്പോഴേ നമുക്ക് അടുത്ത രാഗത്തിലേക്ക് പോവാം. ഏതാ? മോഹൻദാസ് പറഞ്ഞോളൂ. നാട്ടക്കുറിഞ്ചി. നാട്ടക്കുറിഞ്ചി പരമ ദാരിദ്ര്യമാണ് കേട്ടോ. മലയാളത്തിൽ നാട്ടക്കുറിഞ്ചിക്ക് വലിയ പാട്ടൊന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ കടുപ്പപ്പെട്ട രാഗം എന്നുള്ള മട്ടിലാണ് നാട്ടക്കുറിഞ്ചി പറയും. സരേ ഗമനി ധനി പ ധനി സാ സാനി ധമ ഗമ പഗരേ സ. മഗസ തിരനുരയും ചുരുൾ മൂടിയിൽ. പിന്നെ അറിഞ്ഞൂടാ. നാട്ടുകുറിഞ്ചിയാണ്. ഞാനൊരു പോപ്പുലർ ആയിട്ടുള്ള ഒരു തമിഴ് ഗാനം പാടാം. യെസ്, തമിഴാണ് നമുക്ക് വേണ്ടത്. കണ്ണാമൂച്ചിയേ നടா എൻ കണ്ണാ ഞാൻ കണ്ണാടി പൊരുൾ പോലടാ. കണ്ണാമൂച്ചിയേ നടா എൻ കണ്ണാ ഞാൻ കണ്ണാടി പൊരുൾ പോലടാ. കണ്ണാമൂച്ചി ഏനടാ ബുദ്ധമാശ്രയാമി സതതം. ഇത് ദീക്ഷിതരുടെ നവഗ്രഹ കൃതിയാണ്. മുത്തുസ്വാമി ദീക്ഷിതർ എല്ലാ നവഗ്രഹങ്ങളുടെ പേരിലും ഓരോ കീർത്തനം പാടിയിട്ടുണ്ട്. നാട്ടക്കുറിഞ്ചി രാഗത്തിൽ ബുധൻ എന്ന ഗ്രഹത്തിനെ കുറിച്ച് പാടിയതാണ്.
അതെ, മുത്തുസ്വാമി ദീക്ഷിതർ 7 ഗ്രഹങ്ങളെ പറ്റിയ കൃതികൾ രചിച്ചിട്ടുള്ളൂ. 2 സബ്സീക്വൻ്റ്ലി ആരോ രചിച്ചിട്ട് മുത്തുസ്വാമി ദീക്ഷിതരുടെ പേരിൽ അങ്ങ് ആക്കിയതാണ്. പിന്നെ അത് നവഗ്രഹകൃതികൾ എന്നൊക്കെ പറയും. ഞാനത് കുറേ റിസർച്ച് ചെയ്ത് നോക്കിയതാണ്. എനിവേ, ലക്ഷ്മി ശ്രദ്ധിച്ചോ, ശുഭലക്ഷ്മി ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് മുത്തുസ്വാമി ദീക്ഷിതരെയാണ്. അത് എന്റെ ഗുരു പറഞ്ഞിട്ടുണ്ട്, എന്റെ ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓരോ കീർത്തനം എനിക്ക് ഇത് പഠിപ്പിച്ചു തരാമോ എന്ന് ചോദിക്കും. അപ്പൊ അതിൽ മോസ്റ്റ്ലി എല്ലാം ദീക്ഷിതർ കൃതി ആയിരിക്കും. എനിക്ക് തെലുങ്കിനേക്കാൾ സംസ്കൃതം കൂടുതൽ അറിയാവുന്നതുകൊണ്ടായിരിക്കാം ഞാൻ ആ കൃതിയിൽ ആകർഷിക്കപ്പെട്ട് അങ്ങനെ ചോദിച്ചു വാങ്ങി പഠിച്ചത്. അത് ശരിയായിരിക്കാം. വലിയ ബുദ്ധിമുട്ടാണ് മുത്തുസ്വാമി ദീക്ഷിതരുടെ. എന്തൊരു പാണ്ഡിത്യമാണ്. ത്യാഗരാജൻ ഇങ്ങനെ വലിയ തിരയടിക്കുന്ന വലിയൊരു കടലാണ്. അത് സംഗീതത്തിന്റെ എക്സ്പെർട്ട്. ഇത് തിരയടിക്കാതെ അസാമാന്യമായ ആഴത്തിലുള്ള ഒരു സൗന്ദര്യമാണ്. ഫോർ എക്സാമ്പിൾ, ഈ അങ്കാരകം ആശ്രയാമേഹം എന്ന് പറഞ്ഞ ചൊവ്വാഗ്രഹത്തിനെ കുറിച്ച് അദ്ദേഹം പാടിയുള്ള കൃതിയിൽ അങ്കാരകൻ ചുമപ്പാണെന്നുള്ള ആ വരി വരുന്നുണ്ട്. സോ ഹി ന്യൂ ആസ്ട്രോളജി, ഹി ന്യൂ സയൻസ്, ആസ്ട്രോണമി, സയൻസ്. മുത്തുസ്വാമി ദീക്ഷിതർ കടലിലേക്ക് മുങ്ങല്ലേ, ഒരു കാര്യം സർ, എന്തൊരു കോമൺ കാര്യങ്ങള്. ഷീസ് ഓൾസോ ഇൻടു സ്പേസ് ആൻഡ് സിംഗിങ് ഫോർ us. മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ് ആൻഡ് മ്യൂസിക് ആർ കണക്റ്റഡ്. ഞാൻ പറയുന്നത് ചെറുപ്പത്തിലെ കർണാടക സംഗീതം പഠിച്ചത്, കാരിയറിൽ ടെക്നോളജിയിൽ ഇത് ശുഭലക്ഷ്മിയെ സഹായിച്ചിട്ടുണ്ട്. ഇറ്റ് സ്ട്രക്ചേഴ്സ് യുവർ മൈൻഡ്. കർണാടക സംഗീതത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. നമ്മളുടെ മനസ്സ് പ്ലസ് സംസ്കൃതം നമ്മുടെ മനസ്സിന് തലച്ചോറിനെ സ്ട്രക്ചേർഡ് ആക്കും, ലോജിക്കലാക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാതെ കറക്റ്റായിട്ട് 5 2 7 6 1 7 4 3 7 ഇങ്ങനെ ലോജിക്കലായിട്ട് ഒരു മൈൻഡ് ഡെവലപ്പ് ചെയ്യും, വിച്ച് ഈസ് ഹെൽപ്ഫുൾ ഫോർ യുവർ ടെക്നോളജി ഓൾസോ. അതുകൊണ്ടാണ് മിക്കവാറും അസാമാന്യ എക്സ്പെർട്ടീസ് ഉള്ള സയൻറ്റിസ്റ്റ് ഒക്കെ നോക്കിയോ, അവര് ഭഗവത്ഗീത ഇതിനെയൊക്കെ ഡിപ്പെൻഡ്, ഐസനോവർ മുതൽ ഇപ്പൊ സുനിത വില്യംസ് വരെ. സുനിത വില്യംസ് ആൻഡ് ഭഗവത്ഗീത ഇൻ ഹർ ഹാൻഡ് when she was in space. It helps you. സംസ്കൃതവും ഈ തിയറിയും എല്ലാം മനസ്സിനെ സ്ട്രക്ചർ ആക്കുന്നതാണ്. അതാണ് ശുഭലക്ഷ്മിയുടെ അഡ്വാൻറ്റേജ്. ദാറ്റ് ഈസ് ഹൗ ഷീ കുഡ് ബിക്കം എ സക്സസ്ഫുൾ മ്യൂസിക് തെറാപ്പിസ്റ്റ്. സാധാരണക്കാർക്ക് നടക്കുന്ന സംഗീതം ഒരുപാട് പേർക്കറിയാം, പാട്ടുകാർ ഒരുപാട് പേരുണ്ട്. പക്ഷേ മ്യൂസിക് തെറാപ്പി എന്ന് പറയുന്നത് വേറൊരു കഴിവാണ്. ഒരു നമ്മളുടെ പാട്ട് കൊണ്ട് വേറൊരാളുടെ മനസ്സിനെ ലിഫ്റ്റ് ചെയ്യാൻ കഴിയണം മെല്ലെ. അല്ലാതെ നമ്മളുടെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. നമ്മൾ അങ്ങനെ പാടുന്ന ധാരാളം പാട്ടുകാരുണ്ട്, അവർക്കാർക്കും ഈ തെറാപ്പി വഴങ്ങില്ല. ദാറ്റ്സ് വൈ ഞാൻ വിചാരിക്കുന്നത് നമുക്ക് ലെറ്റ് us ക്ലോസ് ദിസ്. ഒരുപാട് സമയമായി. അവസാനത്തെ ഒരു രാഗം അത് ഞാൻ ശുഭലക്ഷ്മിക്ക് വിടുന്നു. യു സെലക്ട്, യു സിംഗ്. ഓക്കെ, അപ്പൊ നമ്മൾ അവസാനത്തെ രാഗമാണ് ഇപ്പൊ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ കാനഡ രാഗമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിലൊരു പ്രശസ്തമായ തമിഴ് ഗാനം, പൂമാലൈ വാങ്ങി വന്താൻ പൂക്കളില്ലയേ, ദിനം ദിനം പൂമാലൈ വാങ്ങി വന്താൻ പൂക്കളില്ലയേ, ചെവിയില്ല ഇങ്ങൊരു ഇഷയതற்கு, വിഴിയില്ല ഇങ്ങൊരു വിളക്കിതற்கு, நாளும் நாளும் அவள் நினைவில் இவன் அழுது பூமாலை வாங்கி வந்தான் பூக்களில்லையே. சரிக மதனி சா சனி பமக மரி சா சரிக மதனி சா சனி பமக மரி சா
ഇതാണ് കന്നഡ രാഗം. ഈ രാഗത്തിൽ ചേച്ചി വേറെയും പാട്ടുണ്ടോ തമിഴില്? ഉണ്ടല്ലോ. புது வெள்ளை மழை இங்கு பொழிகின்றது, இந்த கொள்ளை நிலா உடல் நனைகின்றது, இங்கு சொல்லாத இடம் கூட குளிர்கின்றது, மனம் சூடான இடம் தேடி அலைகின்றது, புது வெள்ளை மழை இங்கு பொழிகின்றது, இந்த கொள்ளை நிலா உடல் நனைகின்றது. ഈ രാഗത്തിൽ തന്നെ ഒരു പ്രശസ്തമായ തമിഴ് കീർത്തനമുണ്ട്. അലൈപ്പായുതേ കണ്ണാ എൻ മനം അലൈപ്പായുതേ, ആനന്ദമോഹന വേണുഗാനമതിൽ അലൈപ്പായുതേ കണ്ണാ കണ്ണാ ഇത് സിനിമയിലും വന്നിട്ടുണ്ട്, കച്ചേരിയിലും. വളരെ ഫേമസ് ആണ്, എല്ലാവരും പാടുന്നതാണ്. തമിഴെന്നോ മലയാളമെന്നോ ഇല്ലാതെ എല്ലാവരും പാടുന്നതാണ്. നല്ലൊരു ക്ലോസിംഗ് സോങ് ആയി ഞങ്ങളുടെ ഈ ഡിസ്കഷൻ ഇവിടെ അവസാനിക്കുന്നതാണ്. പത്രികയിൽ ഇനിയും ഇത്തരം പ്രോഗ്രാംസ് ഉണ്ടാവും, കാത്തിരിക്കുക. നമസ്കാരം. നമസ്കാരം.